2022 ഏപ്രിൽ മാസം എന്ന് വെച്ചാൽ ഒരു വർഷവും 7 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അതിൽ നിന്ന് അഡ്വൈസ് പോയത് നോക്കുക. ഇനി വരാനിരിക്കുന്ന എക്സാമുകളെ നോട്ടിഫിക്കേഷനുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു തസ്തികയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, LSGD ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിലെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. പലർക്കും സംശയം ഉണ്ടാവും, ഇത്ര പെട്ടെന്ന് അത് വരാറായിട്ടുണ്ടോ? അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 21/4/2022 ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷവും 7 മാസവും കഴിഞ്ഞിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടത് 3 വർഷമൊക്കെ കഴിയണ്ടേ ഇത് വരാൻ എന്നുള്ള പൊതുധാരണയാണ്. അങ്ങനെയല്ല. പ്രത്യേകിച്ചും LSGDയെ സംബന്ധിച്ച് പൊതുവെ എല്ലാവരും പറയുന്നത്, അതായത് ഗവൺമെൻറ്റിൻ്റെ വരെ ശ്രദ്ധയിലുള്ളൊരു കാര്യമാണ്, LSGD റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളുകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് നിയമനം കിട്ടി അധികം താമസിയാതെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറിപ്പോകും. ഒരു പക്ഷേ വർക്ക് പ്രഷറിൻ്റെ കാരണമോ മറ്റോ ഒക്കെ ആയിരിക്കാം. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് ഉണ്ട് എന്നുള്ളത് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. ആരും തന്നെ LSGDയിൽ നിലനിൽക്കുന്നില്ല. വളരെ കുറച്ച് പേര് വളരെ ഡെഡിക്കേഷനോട് നിൽക്കുന്ന ആളുകളും കുറേ പേര് അതിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക താല്പര്യം, ഏറ്റവും കൂടുതൽ വർക്ക് ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടിയാണല്ലോ LSGD. അവിടെ ഒരു പഞ്ചായത്തിൽ ഇല്ല എങ്കിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. എത്രയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഒരു പെർമനന്റ് എഞ്ചിനീയർ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് പലപ്പോഴും കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും പ്രത്യേകം താല്പര്യമെടുക്കുന്ന ഒരു ഡെസിഗ്നേഷനാണ് LSGD എന്ന് പറയുന്നത്. PSCയുമായി നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് സജീവമായി നിലനിർത്താൻ തീർച്ചയായിട്ടും ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് എപ്പോഴും നിലവിലുണ്ടായിരിക്കുക എന്ന് പറയുന്നത് LSGDയെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് ഗവൺമെൻറ്റിനും അറിയാം, PSCക്കും അറിയാം, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന് അധികം താമസിയാതെ തന്നെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് LSGDയിലെ AE എന്ന് പറയുന്നത്. മുൻപ് 2020 നോട്ടിഫിക്കേഷൻ വന്നു, 10ാം മാസമാണ് വന്നത്. 2021 10ാം മാസം, കൃത്യം ഒരു വർഷത്തിൽ എക്സാം നടന്നു. 2022 ഫെബ്രുവരി മാസത്തിൽ റിസൾട്ടൊക്കെ അതിവേഗത്തിലാണ് വന്നത് എന്നുള്ളത് നോക്കുക. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. കട്ട് ഓഫ് മാർക്ക് ശ്രദ്ധിക്കുക. AE ആണ് ഏറ്റവും മികച്ച കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എക്സാമാണ്. എന്നിട്ട് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നത് 48.33 മാർക്ക് മാത്രമാണ്. കുറച്ച് ടഫായിരുന്നു കഴിഞ്ഞ തവണത്തെ പേപ്പർ. അതുകൊണ്ട് തന്നെ ആ പേപ്പർ നിങ്ങൾക്കും ചെയ്തു നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഈ മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് അത് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളത് ചെയ്തു നോക്കുകയും നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുകയും ചെയ്താൽ വളരെ സന്തോഷമായി. നിങ്ങളുടെ ആ ഒരു ലെവൽ അറിയാനും സ്വയം തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള ഒരു അവസരമായിട്ട് നമുക്കതിനെ കാണുകയും ചെയ്യാം. നോക്കൂ, 2022 ഏപ്രിൽ മാസം നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് 2022 ഏപ്രിൽ മാസം എന്ന് വെച്ചാൽ ഒരു വർഷവും 7 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അതിൽ നിന്ന് അഡ്വൈസ് പോയത് നോക്കുക. 263 പേർക്കാണ് ഇതിനകം തന്നെ അഡ്വൈസ് പോയിരിക്കുന്നത്. എന്തൊരു സാധ്യതയാണ് LSGD നിലനിൽക്കുന്നത് എന്നുള്ളത് ഓർത്ത് നോക്കുക. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുക. നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. ഒരുപക്ഷെ ഈ ഡിസംബർ 2023 അല്ലെങ്കിൽ ജനുവരിയിലോ ഫെബ്രുവരിയിലോ അധികം താമസിയാതെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കിട്ടാത്തത് സമയമാണ്, നമ്മുടെ കൈവശം കുറവുള്ളത് സമയമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഇതിനു വേണ്ടിയുള്ള കഠിനമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതങ്ങ് തുടങ്ങുക, ആവേശത്തോടു കൂടെ അതങ്ങ് ഏറ്റെടുക്കുക. ഇതിനു വേണ്ടി പഠിക്കുമ്പോൾ മറ്റു ഒരുപാട് എക്സാമുകൾക്ക് വേണ്ടി നമുക്കത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്നായി പഠിക്കുക. നമ്മുടെ കോട്ടക്കൽ വിൻ സെന്റർ ഉണ്ട്, തൃശ്ശൂർ വിൻ സെന്റർ ഉണ്ട്. തൃശ്ശൂരിലാണെങ്കിൽ സൺഡേ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്, റെഗുലർ ബാച്ചുകൾ പ്രത്യേകമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. കോട്ടക്കലാണെങ്കിൽ ലേണിംഗ് ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിരുന്ന് പഠിക്കാം. കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും അവിടെ വന്ന് പഠിക്കാനുള്ള അവസരവും തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഏത് സംശയത്തിനും മറുപടി നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്കോ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പഠനം ഇന്ന് തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ്. അത് സ്വയം പഠിക്കുകയാവാം,
അങ്ങനെ കഴിവുള്ളവർ അങ്ങനെ ചെയ്തു കൊള്ളുക. അതല്ല വിൻസെന്ററിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട് എങ്കിൽ അത് ഓൺലൈൻ ആകട്ടെ, റെഗുലർ ബാച്ച് ആകട്ടെ, സൺഡേ ബാച്ച് ആകട്ടെ, ലേണിംഗ് ക്ലബ്ബ് ആകട്ടെ, നിങ്ങൾ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. 263 പേർക്ക് ഒരു വർഷം 7 മാസത്തിനകം നിയമനം നൽകിയ അല്ലെങ്കിൽ അഡ്വൈസ് ലഭിച്ച ഈ ഒരു പ്രധാനപ്പെട്ട തസ്തികയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പേ തന്നെ നമ്മുടെ പ്രയത്നം ആരംഭിച്ചിരിക്കണം. നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ ഓൾറെഡി ഇതിനെല്ലാം തയ്യാറായി കഴിഞ്ഞു. തയ്യാറാണെങ്കിൽ ഇന്ന് മുതൽ നോക്കുക. ഇതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് വാട്സപ്പിലൂടെ ബന്ധപ്പെടുക.